നമ്മുടെ ഈ സമുദായത്തെ സംബന്ധിച്ചോ റസൂലുള്ളാഹിയുടെ ഹദീസിന് വല്ല പരിഗണന നമ്മൾ കൊടുക്കണ്ടോ? വമാ കാലല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ ഇത്? നബിയെ നിങ്ങൾ ഒഴിവാക്കിയോ? നിങ്ങൾക്ക് രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നബി തങ്ങൾ കുടുംബത്തിൽ വരാത്തതാണ് പ്രശ്നം. വിവാഹം കഴിക്കുക ഈ പള്ളിയിൽ ഇതിലെ പോണ തോന്നണവർക്കൊക്കെ കയറി നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. 5 നിബന്ധന ഉള്ളവനക്കല്ലേ ഈ പള്ളി കയറാൻ പറ്റുള്ളൂ. അശുദ്ധികൾ പാടില്ല, അഴുക്ക് പാടില്ല, മറക്കേണ്ട ഭാഗങ്ങൾ മറക്കണം, സമയമാകണം, കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. ഈ 5 നിബന്ധന എടുത്താലേ പള്ളി കയറി ഇരിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ചുമ്മാ എതിലേക്ക് നടക്കണ പെണ്ണിനെ പിടിച്ച് അല്ലെങ്കിൽ ചെറുക്കനെ പിടിച്ചുകൊണ്ടല്ല നിക്കാഹ് എന്ന് പറയുന്നത്. നബി തങ്ങൾ പറയുന്നു 4 കാര്യങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ എന്താ? കാശുള്ളതിനെ നോക്കിയൊക്കെ ഒരു കുഴപ്പമില്ല. പെണ്ണിനെ മാത്രം പൈസ നോക്കിയാൽ പോരാ, പെണ്ണ് ആണിന്റെ നോക്കണം. ആണിന് കാശുണ്ടോ? പണമുള്ളതിനെ തെരഞ്ഞെടുക്കാം, ഒരു കുഴപ്പമില്ല. ഒരു ജമാലിഹ അഴകുള്ളതിനെ തെരഞ്ഞെടുക്കാം, ഒരു കുഴപ്പമില്ല. ഒരു അശബിഹ തറവാടുത്തം നോക്കാം, ഒരു കുഴപ്പമില്ല. എന്റെ വിഷയം ഇതല്ല. വലി ദീനിഹ, 4ാമത് പറഞ്ഞു മതബോധത്തിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടല്ലോ, ആ 3 എണ്ണം നിലനിൽക്കുന്നതല്ല. പൈസ പോകും, സൗന്ദര്യം പോകും, തറവാടുത്തം പോകും. നിങ്ങളുടെ ബന്ധം വലയാതെ മുന്നോട്ട് പോകണം. അതിന് മതബോധത്തിന് നിങ്ങൾ പരിഗണന കൊടുക്കണമെന്ന് നബീന റസൂലുള്ളാഹി. മതബോധത്തിന് പരിഗണന കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതെന്നറിയോ? ഈ കെട്ടുകണക്കിന് പണവും സ്വർണവും കൊടുത്ത് പെണ്ണിനെ വിൽക്കുന്ന ഇടപാട് എവിടെ നിന്നുണ്ടായതാ? അത് ഈ ഭാരതത്തിന്റെ ജീർണിച്ച സംസ്കാരം. ഇസ്ലാമിൽ അതില്ല. മഹർ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ നീ എന്നോടൊപ്പം ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു ഇടുക്കവും വരാതെ, ഒരു ഞെരുക്കവും വരാതെ പരിപൂർണമായും സുരക്ഷിതത്തോടെ നിനക്ക് മുന്നോട്ട് നീങ്ങാൻ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ നിനക്ക് ഇതാ തീറായിട്ട് തരികയാണ്. അത് തിരിച്ചു പോകാൻ അവകാശമില്ല. ഒരുമിച്ച് യോജിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നാലും മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. ഖുർആൻ ചോദിക്കാത്ത നിങ്ങളത് തിരിച്ചു മേടിച്ച് പാപികളാവുകയാണോ? അത് തിരിച്ചു വാങ്ങൽ വരെയും പാപമാണ്. അതാ മഹർ. 101 രൂപ അല്ല അതിനകത്ത് കൊടുക്കണ്ടേ, 101 രൂപ. ഇപ്പം അടുത്ത കാലത്താണ് 101, മുമ്പ് 99 അത് ഞാനൊക്കെ അന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്താ 99 കണക്കെന്ന് പറഞ്ഞാൽ 1 കൊല്ലം എത്തുമ്പോൾ സക്കാത്ത് കൊടുക്കണമല്ലോ, അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി 1 രൂപ കുറച്ച് 99. എന്നാലും ഒരു നിലയ്ക്കും പെണ്ണ് രക്ഷപ്പെടരുത്. ഇതല്ല മഹർ. മഹർ എന്ന് പറയുന്ന അവളുടെ മൂല്യം. ഭാര്യയായി വരുന്ന നിന്റെ ഇണ വീട്ടിൽ ഊഞ്ഞാലിൽ ആടുന്നവളാണെങ്കിൽ ഊഞ്ഞാലാടാൻ സൗകര്യം നീ ഉണ്ടാക്കി കൊടുത്തിട്ടേ പെണ്ണിട്ടാവുള്ളൂ. ഇതാ ഇസ്ലാം എന്ന് പറയണേ. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. എന്തോരം ഇടങ്ങേറാണ് ഇവിടെ. ഭർത്താവ് അങ്ങ് മരിച്ചാൽ അവനെ തീയിലേക്ക് വെച്ച് അങ്ങോട്ട് കത്തിക്കുമ്പോൾ ആ തീയിലേക്ക് ചാടി മരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരമുള്ള നാട്. എവിടെയെങ്കിലും കിടന്നോട്ടെ, ഞാൻ ആരെയും എടുത്തു പറയുമൊന്നുമില്ല. മാറുമടയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാട് ഉണ്ടായതാണോ ഇതൊക്കെ? ഋതുമതിയായാൽ സ്വന്തം കുടുംബത്തിൽ കിടക്കാൻ അനുവാദമില്ലാത്ത നാട്. എത്രയോ നിഷ്കളങ്കരാകുന്ന പെൺകുട്ടികളെ വനാന്തരങ്ങളിൽ വന്യമൃഗങ്ങൾ കടിച്ചു കീറി സഹോദര ഈ ഇന്ത്യ രാജ്യത്ത്. എത്രയോ കാമവെറി പൂണ്ട കശ്മലന്മാർ പിച്ചു ചീന്തി എത്രയോ പെൺകുട്ടികളെ. ഇന്ന് നിലനിൽക്കുകയല്ലേ ഈ ദുരാചാരങ്ങളൊക്കെ? ഇതൊക്കെ മാറ്റിയ സംസ്കാരം ഏതാ? പെൺകുട്ടിക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാക്കി കൊടുത്ത സംസ്കാരം ഏതാ? എൻ്റെ വിഷയം ഇതൊന്നും അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി. ഈ തൂങ്ങിച്ചാവലൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും തൂങ്ങിച്ചാവുകയാണ്. ഒരു 25 കൊല്ലം മുമ്പ് അങ്കമാലിയിൽ ഒരു സൗഹാർദ്ദ സമ്മേളനം, അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വർക്കലയിലെ സ്വാമിയാണ് അവിടെ ഹിന്ദുക്കളെ പ്രതിനിധീകരിച്ചു വന്നത്. ഒരു ഫാദർ വേറെ ഉണ്ടായി, മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ഞാനാ കയറിയിരിക്കണേ. ആ സ്വാമി അന്നവിടെ പ്രസംഗിക്കുമ്പോൾ തലേ ദിവസം തൃശ്ശൂര് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഒരു കുടുംബം ഒന്നടങ്ങ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഒരു ഹിന്ദു കുടുംബം. 25 കൊല്ലം മുമ്പാ. അന്ന് സ്വാമി അവിടെ പ്രസംഗിച്ചപ്പോൾ പറയാം, ഞാനത് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. സ്വാമി പറയാണ്, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് കുറച്ച് കാണിക്കുന്ന മതസമൂഹം മുസ്ലിം സമൂഹമാണ്.
അവരുടെ ഇടയിൽ ആത്മഹത്യ നിരക്ക് വളരെ കുറവാണ്. അന്ന് സ്വാമി അത് പറഞ്ഞെങ്കിൽ ഇന്ന് സ്വാമിക്ക് തിരുത്തേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ളത് മുസ്ലിം സമുദായത്തിലായി മാറി. ഞാൻ ഈ അടുത്ത ദിവസത്തെ വാർത്തകളാണ് എടുത്ത് ചോദിക്കുന്നത്. എത്ര പെൺപിള്ളേർ ആത്മഹത്യ ചെയ്തെന്നറിയോ? ഇന്നലെ മിനിഞ്ഞാന്ന് 4 നാളും എത്ര ദിവസം ആലുവായിൽ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണ്, അതിൻ്റെ പേരിൽ പോലീസുകാരൻ്റെ ജോലി പോയായിരുന്നു, പിന്നെ തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണ് പിന്നെ ജീവൻ ഒടുക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം വേറൊരു പെണ്ണ് പർദ്ദ മക്കനെയൊക്കെ ഇട്ടുകൊണ്ട് രാത്രി 3:30 മണിക്ക് പിന്നെ മെട്രോ ട്രെയിനിൻ്റെ തൂണിലേക്ക് ഇടിച്ച് കാറ് അപകടത്തിൽ സാധനം മരിച്ചുപോയി. ഇപ്പോഴാണ് നേരം വെളുത്ത ആൾക്കാർ നോക്കുമ്പോൾ ഇന്നിട്ട് പർദ്ദ മക്കനായിട്ട് വേണ്ടി രാത്രി അപ്പോൾ കൂടെ പോയേക്കണ ചെറുക്കനാ, കൂടെ പോയേക്കണ ജോസോ, മറ്റേ ചെറുക്കനാന്ന് കുമാരനോ. അപ്പോൾ ഇവന്മാരെയൊക്കെ കൂട്ടത്തിൽ ഇവിളി പർദ്ദ മക്കനെ ഇട്ടിട്ട് കൂടുപോയി. പർദ്ദ മക്കനെ ഉപയോഗിക്കണ ഉപയോഗം കണ്ട എന്തോരായി ഇതൊക്കെ സംഭവിക്കണ സഹോദരന്മാരെ, എത്രയാണ് സംഭവിക്കണം. അപ്പോൾ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതാണെന്നറിയോ? ഈ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫൊദഫർ ബിദാത്തിദ്ദീൻ, തൂമീകരിക്കൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭർത്താവാകരുത്, സൗജ് എണ, ആൺ എണ, അവാനും വൈനക്കും എന്ന് പറഞ്ഞില്ലേ, ഇന്ദക്കും. എങ്ങും പോകാൻ നിവൃത്തിയില്ലാത്ത നിങ്ങളെ മാത്രം അഭയം തേടി വരുന്ന, അതല്ലേ ഹദീസിനകത്ത് പറഞ്ഞു, മൻ തസവ്വജ ബിഇംറഅത്തിൻ ഫഖദ് അഖറസ സുലുസൈ ദീനിഹി. ഹദീസിൽ കാണാം, ഒരു പുരുഷൻ വിവാഹിതനാകുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ 2/3 അയാൾ പൂർത്തീകരിച്ചു എന്ന്. എന്താ നബി ഇങ്ങനെ പറയാൻ കാരണം? മാതാവിൻ്റെ ചിറകിൻ്റെ അടിയിൽ, അതല്ലേ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. പുറത്തിറങ്ങി അവൾക്ക് പരിചയമുണ്ടോ? ഒരു പുറത്ത് വീട്ടിൽ പോയി താമസിച്ച് പരിചയമുണ്ടോ? ഉമ്മ വിരുന്നിന് പോവാണെങ്കിൽ ഉമ്മയുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. അങ്ങനെയുള്ള വീട്ടിൽ കയറ്റുമ്പോൾ വന്ന് പൊതിയുക തള്ളമാര്. എല്ലാത്തിനും പറയാനുള്ള ആവലാതി ഒന്നുള്ളൂ, ഉസ്താദേ എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നവരെ എൻ്റെ കരളാറുന്നു ഉസ്താദ്, എൻ്റെ മുത്താറുന്നു ഉസ്താദ്, എൻ്റെ പൊന്നാറുന്നു ഉസ്താദ്, കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് അവനെ കൊണ്ട് എടങ്ങേറാ ഉസ്താദ്. എത്ര തള്ളമാര്. എന്തേ? ഭാര്യ വന്നതോടുകൂടി ഉമ്മ ഔട്ടായി. പാടില്ല. വിവാഹത്തിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവാത്സല്യത്തോടെ മാതാവിനെ കൊണ്ടുപോകാൻ കഴിയുന്നതിനോട് ഒപ്പം തൻ്റെ ഭാര്യയെയും പെങ്ങളെയും സംരക്ഷിക്കാനും കഴിയണം. 3 പെണ്ണാണ്. വാപ്പായും വാപ്പ, അയാളുടെ സ്വത്തിന് ഇവനക്ക് അവകാശം വന്നു. ആ വാപ്പാനെയും കൂടി സംരക്ഷിക്കുകയും ആ വാപ്പാനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഈ വാപ്പാനോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുകൂടി കൂടിയിരിക്കണം. നോക്കിയേ ഇടങ്ങേറത്തിലുണ്ടെന്ന്. ഇതാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക്. ഇതൊക്കെ മനസ്സിലാക്കിയവനായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാനുസരിച്ച് തോന്നിവാസം ചെയ്യാനുള്ള സാധനം അല്ല. നിന്റെ അടുക്കൽ അഭയം പറ്റി നീ സംരക്ഷിക്കേണ്ടവളാണ്. അതുപോലെ തന്നെ ഭാര്യയെ സംബന്ധിച്ച് ഇങ്ങോട്ടും ഒരു പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുക? സൗജഹ ദഖലത്തിൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇത്രയേ ഉള്ളൂ ഒരു പെൺകുട്ടിക്ക്. 5 നേരം കൃത്യമായി നിസ്കരിക്കണം. റമദാൻ മാസത്തിലെ നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കണം. രഹസ്യഭാഗത്തെ സൂക്ഷിക്കണം. അത് അർഹതപ്പെട്ടവർക്ക് മാത്രമായി ആക്കിക്കൊണ്ട് രഹസ്യഭാഗത്തെ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കുക. ഭർത്താവിനെ അനുസരിക്കുക. ഉണ്ടാവും. ഈ 4 ഉള്ളൂ. ഈ 4 ശ്രദ്ധിച്ചാൽ വേറെ ഒന്നും ഒരു പെൺകുട്ടിക്ക് വേണ്ടാന്ന്. അവൾ സ്വർഗത്തിലായി. അയ്യുമാ ഇംറാത്തിൻ മാത്തത സൗജുഹാ റാദിൻ ദഖലത്തിൽ ജന്ന നബിയിനാ റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു സഹോദരി ഭർത്താവിന്റെ തൃപ്തിയിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ കടക്കും എന്നല്ല, സ്വർഗത്തിലായി നബിയിനാ റസൂലുള്ളാഹി. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു പെണ്ണിനെ വിഷമിപ്പിക്കുക ഒരു ഭർത്താവ്, ഒരു പുരുഷനെ വേദനിപ്പിക്കുക ഒരു ഭാര്യ. നബിത്തങ്ങളുടെ സ്വഭാവം എന്താ? മിഹനത്തി അഹ്ലി കാനഫി മിഹനത്തി അഹ്ലിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിത്തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ 1-ാം നമ്പർ അടുക്കളപ്പണിക്കാരനാണെന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ഇതല്ലേ ഭർത്താവ് എന്ന് പറയുന്ന ആള്? ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ച് അങ്ങനെ വെട്ടി മിണുങ്ങണതാണോ ഭർത്താവ്? വീട്ടിലേക്ക് കയറി വന്നാൽ പൊന്നാർ നബിത്തങ്ങൾ 1-ാം നമ്പർ അടുക്കളപ്പണിക്കാരൻ. ഇപ്പൊ കണ്ടോ കുടുംബജീവിതം സന്തോഷമാണോ? വീട്ടിലേക്ക് കയറുമ്പോൾ ചൂലെടുക്കണു, പാത്രം കഴുകണു, തുണി തേക്കണു, തുണി കഴുകണു. ഭാര്യയോടും മനസ്സുകൊണ്ട് പറയുന്നു, എടി നിന്റെ തൊലിയുടെ മിനുസം കണ്ടിട്ടും നിന്റെ ചുണ്ടിന്റെ ചുവപ്പ് കണ്ടിട്ടും നിന്റെ ആങ്ങളുടെ മീശ കണ്ടിട്ടും നിന്റെ ബാപ്പാടെ മസിൽ കണ്ടിട്ടും അല്ലാടി ഞാൻ ചെയ്യണത് എൻ്റെ റസൂലുള്ളാഹിയുടെ പൊരുത്തത്തിനാണ്. ഇതാ നബി നിങ്ങളുടെ അടുത്തുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഞാനിത് നബിത്തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന അള്ളാഹുവിനെ തൃപ്തിയിട്ടാനാണ്. അല്ലാണ്ട് പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടി അല്ലേ ചെയ്യണേ.
റസൂലുള്ളാഹിക്ക് വേണ്ടി, അള്ളാഹിന്റെ റസൂലിനെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഭാര്യ ഇണങ്ങി. എണ്ണ തേച്ചു കൊടുക്കുന്നു, കൊഴുമ്പ് നീത്തി കൊടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, വസ്ത്രം കഴുകി കൊടുക്കുന്നു, ചെരുപ്പ് തുടച്ച് കാലയിൽ ഇട്ടു കൊടുക്കുന്നു. എടാ, ഇത് നിന്റെ മീശ കണ്ടിട്ടല്ലാടാ, എന്റെ തറവാടുത്തം കണ്ടിട്ടല്ലാടാ, എന്റെ മസലിന്റെ തുടുപ്പ് കണ്ടിട്ടല്ലാടാ, എന്റെ റസൂലുള്ളാഹിന്റെ പൊരുത്തനിക്ക് കിട്ടാനാണ് ഭാര്യ. കണ്ട, രണ്ടുപേരും നടുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പൊ കുടുംബം സന്തോഷമായോ? ഇതില്ലാത്തോണ്ടിട്ടാ തൂങ്ങിച്ചാവല്, ഇതില്ലാത്തോണ്ടിട്ടാ കൊല്ലല്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനികളെ, ദീനുമായിട്ട് സമൂഹം അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയും നമുക്ക് കിട്ടാനില്ല. നിങ്ങൾക്ക് രക്ഷ വേണോ? ഇതിനകത്ത് മാത്രമേ രക്ഷയുള്ളൂ. മടങ്ങിക്കോ. നിങ്ങൾ മുസ്ലിമായി ജനിച്ചോ? മുസ്ലിം സമുദായമാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്ങി നിറയുന്നത് ആരെയാണ്? മുസ്ലിം സമുദായമാണ്. തടങ്കൽ പാളയങ്ങളിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ്? മുസ്ലിം സമുദായത്തിനെയാണ്. പൗരത്വ രേഖയുടെ പേരിൽ പീഡിപ്പിക്കുന്നത് ആരെയാണ്? മുസ്ലിം സമുദായത്തിനെയാണ്. മനുഷ്യനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുന്നതിൽ കൊല്ലപ്പെടുന്നവർ ആരാണ്? മുസ്ലിം. പൊന്നുമോനെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ വീട്ടിലേക്ക് വന്ന് എരച്ചു കയറുന്നു. ഉമ്മ കയറി എതിർക്കുന്നു, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ. ആ ഉമ്മാനെ അങ്ങ് വെടിവെച്ചു വന്നു. ലണ്ടനിലല്ല, പാകിസ്ഥാനിലും അല്ല, ഇവിടെ എല്ലാ മുസ്ലിം സമൂഹമാണ്. അല്ലേ? എല്ലാ ഭാഗത്തും നീ പരീക്ഷിക്കപ്പെട്ടു. ഇതിന്റെ പേരാണ് പരീക്ഷണം. എല്ലാ രംഗത്തും സമുദായം പരീക്ഷിക്കപ്പെടുകയാണ്. ഇവിടെയൊക്കെ എന്താ പരിഹാരം? ഇവിടെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഭ്രാന്ത് വിളിച്ചു പറഞ്ഞതുപോലെ വാളെടുക്കാനല്ല. ഒരു മുസ്ലിം പണ്ഡിത വേഷധാരി പോലും ലോകത്ത് പറയില്ല നിങ്ങൾ വാളെടുക്ക്, നിങ്ങൾ കടാരെടുക്കുക, നിങ്ങൾ ബോംബുണ്ടാക്ക്, നിങ്ങൾ ഹൈഡ്രജൻ ബോംബ് എടുക്കുക, AK-47 എടുക്ക്, ഒരിക്കലും പറയില്ല. പിന്നെ എന്താ പരിഹാരം? ദേ പറഞ്ഞു തരുവാ പരിഹാരം. ചെറിയ വാക്കുകളെ കൊണ്ടങ്ങ് പറഞ്ഞു തീർക്കാം. സമുദായം കടുത്ത പരീക്ഷണം നിമിത്തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒരവസ്ഥ നമ്മൾ നേരിട്ട് കാണുകയാ. സമുദായത്തിന് വിജ്ഞാനം ഉണ്ടാക്കി കൊടുക്കല. മഹാനായ സയ്യിദ് അവറുകളുടെ ആണ്ടിനോടനുബന്ധിച്ച് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയാൽ പോരെ? എന്തിനാണ് ഇതിൻ്റെ സംഘാടകർ ഇമാമൊക്കെ ഈ പരിപാടി സംഘടിപ്പിച്ചത്? ഇതിന്ന് അനിവാര്യമാണ്. ഇഞ്ഞോട് വന്നില്ലെങ്കിൽ നിൻ്റെയൊക്കെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയേക്കണ സംവിധാനം. കുന്തക്കോല് വെച്ചേക്കണുണ്ടോ? വീട്ടിൽ കിടന്നാലും നിന്നെ കൊണ്ട് വകല് കേൾപ്പിക്കൂടാന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ വന്നിരിക്കണതിൻ്റെ കൂലി വേറെ, വീട്ടിൽ നിന്ന് കേൾക്കണവർക്ക് ആ കൂലി കിട്ടൂല. ഇവിടെ കുറേ ദുആയും കാര്യങ്ങളൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. അതൊന്നും ആ വീട്ടിൽ നിന്ന് കേൾക്കണവർക്ക് അത് ബാധകമല്ല. ഈ മുസ്ലിയാർ ഒടുക്കത്തെ ആവാന്നപ്പോൾ പിരാഗുണ്ടാവും. അത് വന്നിട്ട് കാര്യമില്ല. പണിയെടുക്കണവർക്കല്ലേ കൂലിയുള്ളൂ. നബിത്തങ്ങൾ പറഞ്ഞ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ആ അക്ഷരം പ്രതിയുള്ള അനുഭവമല്ലേ ഇപ്പം നമ്മൾ കാണണം. യൂഷിക്കുവാൻ തദാലേക്കും ഉമ്മുമു കമാ തദാൽ അഖിലത്തു ഇലാ ഖിസ്വത്തിഹ. വിശന്ന് വലഞ്ഞ കുറേ ആളുകൾ. പെട്ടെന്ന് നിർത്തിക്കൊള്ളട്ടോ, നിങ്ങളേറെ വിഷമിപ്പിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ മഹാന്മാരാകുന്ന ശുഹദാക്കളുടെയും മഹാനായ വലിയുള്ളാൻ്റെയും ഹളറത്തിൽ സംഘടിപ്പിച്ച ഈ മജ്ലിസിലേക്ക് ബുദ്ധിമുട്ട് സഹിച്ച് എത്തിച്ചേർന്ന മുഴുവൻ അള്ളാഹുവിൻ്റെ അടിയാറുകളായ നിങ്ങളെയും ഓരോ ചവിട്ടടിക്കും, ഏറ്റവും കൂടുതൽ ദൂരത്ത് വന്നവർക്ക് അങ്ങനെ ഓരോ ചവിട്ടടി അനുസരിച്ചും അള്ളാഹുവേ ഇതുങ്ങൾക്ക് നീ പ്രതിഫലം ഏറ്റി കൊടുക്കണേ തമ്പുരാനെ, അസ്വസ്ഥതകൾ മാറ്റി കൊടുക്കണേ പഠിച്ചവനെ. ഇവിടെ വന്നിരിക്കുന്നവർ രോഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷമങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ അസ്വസ്ഥതകളെ കൊണ്ടോ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ സാമ്പത്തിക അസ്വസ്ഥതകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവെ ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ ഹക്ക് ജാഹു വർക്കത്തുണ്ട്. അങ്ങനെ ദ്വാരക്കണം. അങ്ങനെയൊക്കെ ദ്വാരക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എത്ര വേണമെങ്കിലും എൻ്റെയൊക്കെ അനുഭവങ്ങളും തെളിവുകളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഉസ്താദന്മാരുടെ ഗുരുത്വം കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. ഞാൻ ഇതിലേക്കൊന്നും പോണില്ല. മഹാന്മാരുടെ വർക്കത്തുണ്ട്, ഇവരുടെ മഹത്വം കൊണ്ട് അങ്ങനെ തന്നെ അള്ളാഹുവെ ഈ ഇരിക്കുന്നവരുടെ മുഴുവൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ അസ്വസ്ഥതകളും ഈ വന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ മഹത്വം കൊണ്ട് അള്ളാഹ് നീ സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിശന്ന് വലഞ്ഞ കുറേ ആളുകൾ, അവർ പല അഭിപ്രായക്കാരാ, പല ആദർശക്കാരാ, പല ആശയക്കാരാണ്. വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തിനകത്ത് നിറയെ പാത്രത്തിലേക്ക് ഭക്ഷണം കിട്ടി. ഈ ഭക്ഷണപാത്രം അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നബിത്തങ്ങൾ ഉദാഹരണം പറയാ, ആ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
എന്ന് പറഞ്ഞാൽ ചുറ്റുമിരിക്കുന്നവർ പല അഭിപ്രായക്കാരാ. ഒരാൾ പറയും ഒരു 3 ദൈവമാണ് ഉള്ളത്, വേറൊരാൾ പറയും 30 കോടി ദൈവമാണ് ഉള്ളത്, വേറൊരാൾ പറയും അല്ല ആ ദൈവങ്ങളൊന്നുമല്ല ഈ ദൈവമാണ് ശരി. ഇങ്ങനെ പല ദൈവങ്ങളെ പറ്റി പറയുന്നവരാണ് അതിനകത്തുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ പേര് തല്ലുപിടിക്കുന്നവരും ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാവർക്കും വിശപ്പാണ്. ഈ വിശക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും അല്ല അപ്പം അജണ്ട. പിന്നെ വിശപ്പിൻ്റെ പരിഹാരം കാണുക. വിശന്നവരുടെ പരിഹാരമാർഗം എന്താ? തിന്നാ കുടിക്കുക. അതാണ്. ഇങ്ങനെ ചുറ്റും വിശന്നിരിക്കുന്ന ആളുകൾ ഈ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്ന അവസ്ഥയിലേക്ക്, ആ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്തേക്ക് സമുദായം എത്തുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും നിങ്ങൾക്കെതിരാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബീന റസൂലുള്ളാഹി. ഇന്നങ്ങനെയാണോ? 2 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ അവരാദ്യം വെക്കണ കരാർ എന്താണെന്നറിയോ? തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം. ഏതായി തീവ്രവാദം? എന്താണ് ഈ തീവ്രവാദം? ഇവിടെ കുരിശുമാല ഇട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. ചന്ദനക്കുറി തൊട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. കുടുമി വെച്ചവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. കൃഫാൻ വെച്ചവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. താടിയും നിസ്കാരത്തയമ്പുമുള്ളവൻ തീവ്രവാദിയാണ്. നമസ്കാരത്തയമ്പും ഫർദായും ഹിജാബുമുള്ളവൾ തീവ്രവാദിനിയാണ്. ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ ചിത്രം അല്ലേ? അപ്പൊ തീവ്രവാദം അമർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പോരാടാം. അതാണ് അതിന്റെ നേർക്ക് നേരമായന. 2 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ ആദ്യം വെക്കുന്ന കരാർ ഇതാണ്: തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം. ഇങ്ങനെ ആഗോളതലത്തിൽ എല്ലാവരും നിങ്ങൾക്ക് എതിരാകുന്ന ഒരു കാലഘട്ടം. എല്ലാവരും ഒരുമിച്ച് ഒരു ഭാഗത്ത്, നിങ്ങൾ മാത്രം മറുഭാഗത്ത്. അങ്ങനെയുള്ളൊരവസ്ഥയല്ലേ? ജൂത, നസാറ, മജൂസികൾ, സിഖുകാർ എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യവിഭാഗങ്ങളും മതവിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിനെതിരായി. ചിലർ പറയും അത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടാണ്. കാക്കാമാരെ, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടല്ലേ ബാക്കി എല്ലാവരും നിങ്ങൾക്കെതിരായത്? അല്ലടോ, പിന്നെ ഇവരുടെ കയ്യിലാണ് നീതി, മുസ്ലിമിന്റെ കയ്യിലാണ് സത്യം, മുസ്ലിമിന്റെ ഭാഗത്താണ് ധർമ്മം, മുസ്ലിമിന്റെ ഭാഗത്താണ് യുക്തി, മുസ്ലിമിന്റെ ഭാഗത്താണ് ബുദ്ധി. ഇതെല്ലാം മുസ്ലിമിന്റെ ഭാഗത്താകുമ്പോൾ മറുഭാഗത്ത് ഇതിന്റെ എല്ലാം നേരെ എതിരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവും. ഇത് ഇന്നുള്ളതല്ലടോ. ഈ മുസ്ലിം സമുദായം ലോകത്ത് ന്യൂനപക്ഷമായി ഒറ്റപ്പെടുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയതൊന്നും അല്ല. ഇന്ന് അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മാത്രം. ഇത് മുമ്പേ ഉള്ളതാ. അതാ ഖുർആനിന്റെ പരാമർശം. ഇത് അൻതും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർളി തഖാഫൂന യതഖത്തഫകുമുൻ നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിന ത്വയ്യിബാതി ലഅല്ലകും തഷ്കുറൂൻ. മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് മുസ്ലിം സമുദായം എന്നും ന്യൂനപക്ഷമാണ്. സത്യം പറയുന്നവർ ന്യൂനപക്ഷമാ, അസത്യം പറയുന്നവർ ഭൂരിപക്ഷമാ. നീതി നടപ്പിലാക്കുന്നവർ ന്യൂനപക്ഷമാ, അനീതി നടപ്പിലാക്കുന്നവർ ഭൂരിപക്ഷമാ. സമാധാനം ആഗ്രഹിക്കുന്നവർ ന്യൂനപക്ഷമാ, സംഘർഷം ആഗ്രഹിക്കുന്നവർ ഭൂരിപക്ഷമാ. സ്വർഗത്തിന്റെ അവകാശികൾ ന്യൂനപക്ഷമാ, നരകത്തിന്റെ അവകാശികൾ ഭൂരിപക്ഷമാ. ഖുർആൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടല്ല. ഇന്ന് ലോകത്ത് മുസ്ലിം സമുദായം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗം മുഴുവൻ അസത്യത്തിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാൻ. ആകാശത്തിന്റെ താഴെ പലിശ എന്ന് പറയുന്ന സമ്പ്രദായം, പലിശ ലോകത്ത് സമാധാനം തരുവോ? പലിശ ലോകത്ത് നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരേ ഒരു സംസ്കാരം പരിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. ഹറമല്ലാഹു റിബ അഹല്ലല്ലാഹുൽ ബൈഅ. പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം അല്ലാഹു ഹലാലാക്കിയിരിക്കുന്നു. ആകാശത്തിന്റെ താഴെ പലിശ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? പലിശ കൊണ്ടിട്ട് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറ.
ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു നാടല്ല, രാജ്യം തന്നെ പലിശ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെ രാജ്യമല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തുള്ള ശ്രീലങ്കയ്ക്ക് തന്നെ സംഭവിച്ചത് എന്താ? കടമെടുക്കുകയാണ്. കടമെടുക്കും, ഇത് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ പലിശയോടുകൂടി അടക്കണ്ടേ. അടക്കാൻ നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ തകരും. അതാണ് സാമ്പത്തിക തകർച്ച. ഇന്നും അമേരിക്ക നിലനിൽക്കുന്ന പലിശ കൊണ്ടാ. അറബികളുടെ പണം അവൻ വാങ്ങിച്ചവിടെ. അമേരിക്കയുടെ നല്ലൊരു ശതമാനം ആളുകളെയും ഇന്ന് ഭക്ഷിപ്പിക്കുന്നത് മുസ്ലിങ്ങളാ. സൗദി കൊണ്ടുവന്ന് എത്ര വട്ടാളക്കാരെ ഇട്ടിരിക്കുന്നത് തീറ്റ കൊടുക്കണമെന്നും പറഞ്ഞ്. അതുങ്ങൾ പാവങ്ങളായതുകൊണ്ട് അത് പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ആകാശത്തിന്റെ താഴെ പലിശയെ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? എന്നാ മുസ്ലിയാരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു പെരയുണ്ടാക്കണം. ആധാരം കൊണ്ടൊന്ന് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുത്ത് വീടുണ്ടാക്കലല്ലാതെ വീടുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയോ? മാമിൻ മുസ്ലിമൻ മുസ്ലിമൻ കർളൻ. ഒരു മുസ്ലിമിന് മറത്തൈനി, ഒരു മുസ്ലിമിന് 2 പ്രാവശ്യം വായ്പ കൊടുത്താൽ ഇല്ലാമാകാന സദഖത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 പ്രാവശ്യം സദഖ ചെയ്തതിൽ മറത്തൻ, ഒരു പ്രാവശ്യത്തെ സദഖയായി അല്ലാഹു തആല കബൂലാക്കുമെന്ന് നബീന റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ 100 രൂപ ഒരാൾക്ക് സഹായം കൊടുത്താൽ 50 രൂപ സദഖ ചെയ്ത സ്ഥാനത്താണ് നബീന റസൂലുള്ളാഹി. സാമ്പത്തികത്തിന് പരിഹാരമായോ? പണം ഉള്ളവനോട് വച്ചുകൊണ്ടിരിക്കാനല്ല ഇസ്ലാം പറയണത്. കടം നിമിത്തങ്ങൾ പറയാ. ഇസ്രായിന്റെ രാത്രിയിൽ, മിഹ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, സദഖ ചെയ്യുന്നതായ ആളുകൾക്ക് 10 പ്രതിഫലം, കടം കൊടുക്കുന്ന ആളുകൾക്ക് 18 പ്രതിഫലം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, മലക്കേ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പിന്നെ സദഖ ചോദിക്കുന്നവൻ അവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. കടം വാങ്ങിക്കുന്നവൻ അവന്റെ ആവശ്യത്തിനേ വാങ്ങുകയുള്ളൂ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം. കടം ചോദിക്കുന്ന ആൾ ഇന്ന് ഒരാളുടെ അടുത്ത് കടം മേടിച്ചു, നാളെ വേറെ അടുത്ത് കടം മേടിക്കും, അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? കടം മേടിക്കണവൻ അവന്റെ ആവശ്യത്തിന് മേടിക്കുന്നു, പിന്നെ ഇല്ല. ചോദിക്കണവൻ അങ്ങനെയല്ല, അവന്റെ അടുത്ത് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. യാചന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാ. നാളെ മഹ്ശറയിൽ ഏറ്റവും നിന്ദ്യമായി യാചകന വരുന്നെന്ന് നബീന റസൂലുള്ളാഹി. മുഖത്ത് ഒരു തുള്ളി മാംസമില്ലാതെ. തങ്ങളുടെ വിശദീകരണം അങ്ങനെയാ. അതുകൊണ്ട് കൈ നീട്ടണ പരിപാടി ഉമർ റളിയല്ലാഹു തആല അൻഹു വേണ്ടിയില്ലേ ഓടിച്ചില്ലേ? പള്ളിയുടെ വാതിൽക്ക് ഒരാൾ വന്നിരിക്കുന്നു, നിവൃത്തിയില്ല. ഒരാളോട് വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊണ്ട് എന്തിനു ഭക്ഷണം കൊടുക്കും. 2ാമത്തെ ദിവസം ആ പടപ്പ് അതേ സ്ഥലത്ത്, നിവൃത്തിയില്ല, വിശക്കുന്നുണ്ട്, കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. 3ാമത്തെ ദിവസം കണ്ടപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇവന്റെ ഈ ബാഗും കൊണ്ട് മേടിച്ചു. ഈ പൊതിയും കൊണ്ട് മേടിച്ചിട്ട് അഴിച്ചു നോക്കിയപ്പോ അതിനകത്ത് നിറച്ച് ഗോതമ്പ്, റൊട്ടി, മൈദ, മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളും നാണയത്തുട്ടുകളും നേരെ കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചീറിയിട്ട് കൊടുത്തു. അവനെ അടിച്ചോടിച്ചു. അതാ ഉമർ റളിയല്ലാഹു അൻഹു. യാചന തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പൊ യാചിക്കുന്നവൻ ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ശൈലി അതാണ്. കടം മേടിക്കുന്നവൻ അങ്ങനെയല്ല. അപ്പൊ 100 രൂപ ഒരാൾക്ക് നിങ്ങൾ കടം കൊടുത്താൽ 50 രൂപ സദഖ ചെയ്ത പ്രതിഫലമാണെന്ന് പറയുമ്പോൾ പലിശനെ നിരുത്സാഹപ്പെടുത്തിയില്ലേ? ഇനി എങ്ങനെ കടം കൊടുക്കും മുസ്ലിയാരെ? തിരിച്ചു തന്നില്ലെങ്കിലോ? അതിന്റെ പേരാണ് അമാനത്ത്, പണയം കൊടുക്കുക. ഇസ്ലാം അനുവദിച്ചതല്ലേ? ഒരു വാച്ച് ഞാൻ ഊരി അങ്ങോട്ട് തരികയാണ്, ഹബീബ് ഒരു 100 രൂപ തന്നെ, ഇൻഷാ അല്ലാഹ് ഈ 31-ാം തീയതി ഞാൻ തിരിച്ചു തരാം. 31-ാം തീയതി ആ രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാച്ച് വിറ്റിട്ട് എൻ്റെ പൈസ തന്നിട്ട് ബാക്കി, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എടുത്തിട്ട് ബാക്കി എന്തുണ്ട് അതെനിക്ക് തന്നേരെ, പൊരുത്തക്കുറവില്ല. ഇതാണ് പണയം. ആ വാങ്ങുന്ന വാച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് നിയമം. ഇന്ന് യഥാർത്ഥത്തിൽ പണയത്തിന്റെ പേരിൽ നടക്കുന്നത് കൊള്ളപ്പലിശയാണ്. ഇന്ന് പലിശ രാജാക്കന്മാർ പൊങ്ങിയത് എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ പലിശ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ പലിശ എതിർക്കുന്നവർ നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടില്ലേ? മറ്റവരെല്ലാം ഒറ്റക്കെട്ട്, നിങ്ങൾ മാത്രം ന്യൂനപക്ഷം മാറി. നിങ്ങൾ ഒറ്റപ്പെട്ടതിന്റെ ഒരു പോയിന്റ് മനസ്സിലായോ? നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗം അനീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു. അത് ഏത് വിശ്വാസമാകട്ടെ, ലോകത്തുള്ള ഏത് മതവിശ്വാസവും ആകട്ടെ, എല്ലാം പലിശയ്ക്ക് അനുകൂല. നിങ്ങൾ മാത്രം പലിശയ്ക്കെതിരാ. പണയം കൊടുക്കാം, സ്വർണ്ണാഭരണം മേടിച്ചു വയ്ക്കാം, ഭൂമിയുടെ ആധാരം മേടിച്ചു വയ്ക്കാം, ടൈം വെക്കണം.
ഇന്ന സമയത്തിന്റെ ഉള്ളിൽ എൻ്റെ പണം തന്ന് നീ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ഈ സ്വർണ്ണാഭരണം വിൽക്കും. അതെ, അതിന് ഞാൻ സമ്മതമാണ്. എഴുതണം. സ്വർണ്ണാഭരണം നിങ്ങൾ കൊണ്ടുപോയി വിൽക്കണം, നിങ്ങളുടെ പണം എടുക്കണം, ബാക്കി പൈസ നിങ്ങൾ കൊടുക്കണം. ആ സ്വർണ്ണാഭരണം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. വീട് പണയം തന്നാൽ ആ വീട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് വിഷയം. അപ്പൊ അത് പലിശയായിട്ട് മാറും. ഇന്ന് യഥാർത്ഥത്തിൽ പണയവും ഹറാമായ വഴി. അപ്പൊ പണയം കൊടുത്തുകൊണ്ടിട്ട് കടം കൊടുക്കാം. കടം കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിനെ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഇല്ലാതെയാക്കി കളയാൻ. ഇതല്ല ഈ ലോകത്തുള്ള 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സാഹോദര്യവും സമത്വവും വിഭാവന ചെയ്യുന്നത് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവിടെ വേറെ ഏത് മതക്കാരൻ കാശുണ്ടാക്കിയാലും അവന്റെ പോക്കറ്റിലിരിക്കും. നീ കാശുണ്ടാക്കിയാൽ നിന്റെ പോക്കറ്റിൽ വെക്കാൻ പാടില്ല. 100 രൂപയ്ക്ക് 2.5 രൂപ ഇങ്ങോട്ട് മാറ്റിക്കൊള്ളും, ബാക്കി 97 രൂപ എടുക്കാം. ആ 2.5 രൂപ സാധുവിന്റെ അവകാശമാണ്. അത് ഔദാര്യമായിട്ട് കൊടുക്കണമല്ല, അവന്റെ അവകാശമാണ്. ഇങ്ങനെ പറയുന്ന ഒരു മതം എവിടെയുണ്ട്? അപ്പൊ സാമ്പത്തിക വിഷയത്തിൽ നീ ഒറ്റപ്പെട്ടു, മറ്റവരെല്ലാം മറുഭാഗത്തായി. നീ ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണം പറയണേ. ആകാശത്തിന്റെ താഴെ വ്യഭിചാരത്തിനെ എതിർക്കുന്ന ഒരേ ഒരു സംസ്കാരം നിന്റേതല്ലാതെ വേറെ ലോകത്തൊന്നുമില്ല. വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. പുരുഷന്മാരെ, സ്ത്രീകളെ, നിങ്ങൾ പരസ്പരം അന്യവരാണെങ്കിൽ തമ്മിൽ നോക്കാൻ പോലും പാടില്ല. അന്നദറു സഹമും മിൻ സിഹാമി ഇബ്ലീസ് അന്നദറതു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ചുമ്മാ 2-3 പറയുന്നുള്ളൂ. നിന്റെ കയ്യിലിരിപ്പുണ്ടാടാ മുസ്ലിമെ നിന്നെ ഒറ്റപ്പെടുത്തേക്കണേ. ബാക്കി എല്ലാവരും നല്ലതാന്ന് കൂടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ നല്ലതല്ലടാ. നീ കൊള്ളരുതായ്മയിലാ നിൽക്കുന്നത്. മുസ്ലിം എല്ലാം നല്ലതിലാ നിൽക്കുന്നത്. നല്ലതിനെ എതിർത്തുകൊണ്ടിട്ടാണടാ നീ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്തേക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് എന്താ ഈ സോഷ്യൽ മീഡിയ എന്നെ വലിയ പ്രശ്നമാണ്. നേരത്തെ ഇവിടെ കത്തിയൂസ പറഞ്ഞില്ലേ, എനിക്കിത് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ഈ പടുപ്പുകൾ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. അവസാനമാണ് ഞാനിത് അറിയണത്, ഇതിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊന്നും അറിഞ്ഞില്ല അത് പിടിച്ചോണ്ട് പോകണമെന്നും. പിന്നെ പറയുകയാണ് ഉസ്താദിൻ്റെ പ്രസംഗം അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ എന്ന്. പിന്നെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ആദ്യമൊക്കെ കമ്മിറ്റിക്കാരെ വിളിച്ച് പറയുമായിരുന്നു വഴുത് ബുക്ക് ചെയ്യുമ്പോൾ, എൻ്റെ പടം വെക്കണ്ട കേട്ടോ, എൻ്റെ പടം വെച്ചിട്ടുള്ള മനുഷ്യന്മാരെ കൂടെ അടുപ്പിക്കാണ്ടിരിക്കാം. കാരണം മൊയിലാരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല ആൾക്കാർ വന്ന്. അപ്പോൾ ഈ വയസ്സണി നരച്ചു വരച്ചിങ്ങനെ ഇരിക്കുന്നതിൻ്റെ പടമൊന്നും നിങ്ങൾ വെക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമപ്രകാരമുള്ള വശം വെച്ചാൽ ഞാൻ വെക്കണ്ടെന്ന് പറയണേ. ഇപ്പോൾ ഒരു രക്ഷയില്ല. കാരണം നമ്മളാരും ഫോട്ടോ എടുക്കണ്ട, ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുകയാണ്. ചില മൈക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ചില മൈക്കിന് ഉമ്മം വെച്ചുകൊണ്ടിരിക്കുന്നു, ചില വാ വിളിച്ചിരിക്കുന്നു, ചില കയ്യും കാലും ഒക്കെ പിടിച്ചോണ്ട് പല കോലാപ്പം. ഇത് ആരെ കൊണ്ട് പറ്റും ഇതൊക്കെ നിയന്ത്രിക്കാൻ? വെക്കണവർ വെക്കട്ടെ, അതിൻ്റെ ശിക്ഷ അവരെ വെക്കട്ടെ. അങ്ങനെ എടുക്കുന്നതിൻ്റെയും വെക്കുന്നതിൻ്റെയും ഈ വെക്കപ്പെടുന്ന ആളുടെ പൊരുത്തം ഇല്ലെങ്കിലാണ് നമ്മൾ രക്ഷപ്പെടുക. ഞാൻ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ വെക്കാൻ, അപ്പം ഞാൻ രക്ഷപ്പെടില്ല, ഞാൻ കഷ്ടപ്പെടും. എനിക്കതിനകത്ത് ശിക്ഷയുണ്ട്. എനിക്കതുമായിട്ടൊരു ബന്ധമില്ല, എനിക്കതിനകത്ത് പൊരുത്തമില്ല. നമുക്കൊരു കുഴപ്പമില്ല, ഏതിലെങ്കിലും വെച്ചോട്ടെ, എടുക്കോ കൊണ്ടുപോവോ വയ്ക്കോ എന്തും ചെയ്തോട്ടെ. ഞാനിപ്പം വലിയ ബഹാന എന്നുള്ള ശൈലിയിലല്ല ഈ പറഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ സൂക്ഷിക്കാൻ സഹോദരന്മാരെ അത്രേ ഉള്ളൂ. അല്ലെ ഞാൻ നിങ്ങളെക്കാളും മോശപ്പെട്ട ആളാണ്, നല്ല ആളാന്നല്ല ഈ പറയണത്. നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം സൂക്ഷിക്കുക. വത്തഖുല്ലാ മസ്തതഅ്തും. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ആകാശത്തിൻ്റെ താഴെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണരുത് എന്ന് പറഞ്ഞാൽ കാണൽ കൊണ്ടിട്ടാണ് പ്രശ്നമെന്ന്. തമ്മിൽ കാണുമ്പോൾ കണ്ണുടക്കി ആണ് അങ്ങോട്ട് നോക്കുന്നതിനേക്കാൾ ഗൗരവം പെണ്ണ് ഇങ്ങോട്ട് നോക്കല്. തങ്ങളുടെ ഭാഷ ഉണ്ടോ? അന്നദറതു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ആണിന്റെ നോട്ടത്തിന് വലിയ ഗൗരവം കൊടുത്തില്ല. ആണിന്റെ നോട്ടം നബിത്തങ്ങൾ പറഞ്ഞു അന്നദറു സഹമും മിൻ ഇബ്ലീസ്. ആണിന്റെ നോട്ടം ശൈത്താനിന്റെ അമ്പ്. പെണ്ണിന്റെ നോട്ടം സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. കണ്ടോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പെണ്ണിന്റെ നോട്ടം വിഷം നിറച്ച അമ്പ്, ആണിന്റെ നോട്ടം അമ്പ്, അതിനകത്ത് വിഷമില്ല എന്ന് പറഞ്ഞാൽ ആണിന്റെ നോട്ടത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ നടക്കും. അത് അവിടെ നവീസ, അവിടെ പാത്തുമ്മ, അവിടെ ഷരീഫ, അവിടെ കയ്യാമ, അവിടെ പാത്തുമ്മ. അതിനൊക്കെ അതിനെ കെട്ടാനല്ല, ഇങ്ങനെ മുമ്പ് നോക്കല് തന്നെ. അതിലൊരു കാര്യമില്ല. ചുമ്മാ ഈ ചില്ലപ്പട്ടി കുറച്ചുകൊണ്ട് നടക്കണമായിരിക്കും. കഴുത്തേൽ വെച്ചില്ലാത്ത പട്ടിയിലേക്ക് കുറച്ചുകൊണ്ട് നടന്ന ആൾക്കാർ ചെന്ന് നോക്കുക, എൻ്റെ ഉള്ളിൽ പട്ടി കുറയ്ക്കണമെന്നില്ല, അതിൻ്റെ പണി അത് കുറച്ചിങ്ങനെ പോകും.
ആ സ്ഥാനത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ പെണ്ണ് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയാലോ കുടുങ്ങി. അതാണ് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയപ്പോൾ ഇവന്റെ ഉള്ളിൽ വിഷം കയറിയെന്നതാ സഹമും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. പെണ്ണ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ സംഗതി മാറി. അപ്പം തന്നെ ഇവൻ സമയം നോക്കും. ഓ 10:10 നാളെ 10 മണിക്ക് ഇവിടെ വന്ന കശീനെ കാണാം. ഉണ്ടാ പെണ്ണിൻ്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി, കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. മഹാനായ തഴവ ഉസ്താദിൻ്റെ പിന്നാലെ സിറാത്ത് കടക്കാൻ ഈ മഴയത്തി രാത്രിയിൽ അല്ലാഹ് ഈ മജ്ലിസ് സമ്മേളിച്ച ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഭാഗ്യം തരണ റഹ്മാനേ. ഈ കേരളത്തിൽ ഒറ്റ വഴലനില്ല ഈ തഴവ ഉസ്താദിൻ്റെ 2 വരിയെങ്കിലും പാടാത്തൊരു വഴലൻ. എനിക്ക് തോന്നുന്നുള്ള ഉണ്ടാവും. വല്ല അർത്ഥം എന്ന് പറഞ്ഞാലോ ഒരു അർത്ഥം വേണ്ട, ആ കേട്ട അപ്പം തന്നെ മനസ്സിലാവും. പെണ്ണിൻ്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് ഗുണ്ടാവണ്ടി. ഗുണ്ടാവണ്ടി ആയില്ലേ? കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണ് രണ്ടു, നാളെ 10 മണിക്ക് വരാം. ഉണ്ടാ നേർച്ചയാക്കി. കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. കാന്തത്തിൻ്റെ അടുത്തേക്ക് ഇരുമ്പ് വെച്ചാലും ഇരുമ്പിന് കാന്തം വെച്ചാലും ഓക്കെയാ, രണ്ടും മുട്ടും. ഇത് വ്യഭിചാരത്തിന്റെ തുടക്കമാണ്. അതാ നബി തങ്ങൾ പറയണേ, നോക്കല്ലേ. നോക്കിയപ്പോ കണ്ണു കുടുങ്ങി. പിറ്റേ ദിവസം വന്നു, പരസ്പരം ഒന്ന് മിണ്ടി. അടുത്ത ദിവസം കണ്ടു, മിണ്ടി, ഒന്ന് തൊട്ടു. ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. ഇവിടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പെൺകുട്ടികളുള്ള ഉമ്മായി ഉപ്പായി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മക്കളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോ ചുമ്മാ അങ്ങ് വിടല്ലേ. ഇടയ്ക്ക് നിങ്ങൾ ഒരു വേഷം മാറിയിട്ട് അല്ലെങ്കിൽ വല്ല കോട്ടൊക്കെ ഇട്ട് മോള് ബസ് കാത്തു നിൽക്കുന്ന ആ സ്റ്റോപ്പിൽ കൂടെ ചുമ്മാ ഒന്ന് പോണം. ഏത് കലാലയത്തിന്റെയും ഫ്രണ്ടിൽ ചെന്ന് നോക്കിക്കോ, തട്ടനിട്ട പെൺകുട്ടിയുടെ അടുത്ത് ആൺകുട്ടി ഉണ്ടാവും. ഒരു ഹിന്ദു കുട്ടിയെ നോക്കിക്കോ, ക്രിസ്ത്യാനി കുട്ടിയെ നോക്കിക്കോ, അവൾ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും മാന്യമായി നിൽക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ ഇന്ന് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ, ഈ ലോകത്തിങ്ങനെ പരസ്പരം കാണല്ലേ എന്ന് അനുശാസിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരു മതം വേറെ ഉണ്ടെങ്കിൽ പറ. അപ്പൊ നിങ്ങളൊരു ഭാഗത്തായോ? അതുകൊണ്ടാണ് പെൺകുട്ടികളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖുർആൻ പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുറഫന വലാ യൗദൈൻ. നബിയെ തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, മുസ്ലിം വനിതകളോട് അവരുടെ ജിൽബാബ് അത് മാറിലേക്ക് ഇറക്കിയിടാൻ പറ. അതവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഖുർആൻ. ഇതിന്റെ പേരാണ് ഹിജാബ്. ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ലേ? ഹിജാബ് ഇടുമ്പോ ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്ന തുണി കഷ്ണത്തിനാണ് ഇത് പറയാം. ഇത് ഇത്രയും പോരാന്ന്. പിന്നെ ഖുർആൻ പറയുന്നു അതിങ്ങനെ താഴത്തേക്ക് ഇറക്കിയിടണം. നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഒരു 10-35 കൊല്ലം മുമ്പ്, ഇവിടെ ഇരിക്കുന്ന നരച്ചവരോട് ഞാൻ ചോദിക്കാം, ഒരു 10-35 കൊല്ലം മുമ്പ് ഒരു ഹിന്ദു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 2-ാം മുണ്ടുണ്ടാവും. ആ മുണ്ട് ഇങ്ങനെ അങ്ങ് ഇടും. അവള് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തും. കണ്ടിട്ടത്? ഇതാണ് ഈ ഹിജാബ് എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ഇവിടെ മറക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. പുരുഷന് ആകർഷകത്വം തോന്നാൻ സാധ്യതയുള്ള സ്ഥലമാണത്. അത് അന്യ പുരുഷന് ദർശനം കിട്ടാതെ മറക്കണേ. അതാണ് ഹിജാബ്. ഇന്നിപ്പോ അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. 6 കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടി പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നപ്പോൾ ഹിജാബ് മാറ്റണമെന്നൊറ്റ ഡിമാൻഡ് മാത്രം. പരീക്ഷാ ഹാളിലേക്ക് സൂപ്പർവൈസറോട് തന്ന മുസ്ലിം വനിതയാകുന്ന ടീച്ചറോട്, സൂപ്പർവൈസറോട് ഹിജാബ് മാറ്റിയാൽ മാത്രമേ പരീക്ഷ നടത്താൻ അനുവദിക്കൂ എന്നുള്ള നിയമം. അവര് പറ്റില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയും പറഞ്ഞു പറ്റില്ല എന്ന്. അവളെ പരീക്ഷ എഴുതിച്ചില്ല. സൂപ്പർവൈസറെ ജോലിയിൽ നിന്ന് പിരിച്ചും വിട്ടു. ഇതൊക്കെ ഉണ്ടായതാ ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യ ബഹുമാനികളെ, ഈ ഹിജാബിനോട് എന്താ ഇത്ര വൈരാഗ്യം വന്നേ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആക്രമിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, വിഷമിപ്പിക്കുന്നതല്ല. പരീക്ഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെപ്പോൾ ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ? എന്താ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്? ഇന്നത്തെ വാർത്ത എന്താ? ഇനി നാളെ പത്രത്തിൽ വരാൻ പോണ വാർത്ത എന്താ? എത്രയോ വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ബഹുമാനികളെ. ഉള്ള പള്ളികളെല്ലാം ആക്രമിക്കുന്ന അവസ്ഥ. കുത്തുബ് മിനാറിനെ വേറെ പേരാക്കാൻ പോവുകയാണ്. താജ്മഹലിന് വേറെ പേരാക്കാൻ പോവുകയാണ്. ചെങ്കോട്ടയ്ക്ക് വേറെ പേരാക്കാൻ പോവുകയാണ്.
അക്ബർ റോഡിന് വേറെ ആക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇന്നലെ മുതൽ മറ്റൊരു പിന്നെ കാശിയിലൊരു പള്ളിക്ക് വേറെ ആക്കാൻ പോവുകയാണ്. ബാബരി മസ്ജിദിന്റെ പേര് വേറെ. എടുത്തോ, നിങ്ങൾക്കൊന്നും ഇത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങളുണ്ടാക്കിയത് തന്നെയാണ്. കോടിക്കണക്കിന് വിദേശ നാണ്യം ഇന്ത്യ രാജ്യത്തിന് നേടിത്തരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ലേ ഈ പറയുന്നതൊക്കെ അല്ലേ? ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകളല്ലാതെ പിന്നെ എന്താ? ഇതെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ എന്തോ ഉദ്ദേശിച്ചിരിക്കുക. ഇവരെയും ഇവരുടെ ചിഹ്നങ്ങളെയും ഈ ലോകത്തൊന്നും തേച്ചു മാച്ച് കളയുക, എന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി താമസിക്കുക. ലോകത്തത് സാധിക്കില്ല. ലോകം വലിയ അരാജകത്വത്തിലേക്കും വലിയ അസ്വസ്ഥതയിലേക്കുമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനൈക്യം ഒരിക്കലും സന്തോഷത്തിൻ്റെ ലക്ഷ്യമല്ല. സംഘർഷം ഒരിക്കലും സന്തോഷത്തിൻ്റെ ലക്ഷണമല്ല.